നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിലെ പ്രതി ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ അപ്പീൽ ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കാൻ മാറ്റിയിരിക്കുകയാണ്. വിധി റദ്ദാക്കണമെന്നും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. സെഷൻസ് ജഡ്ജി വസ്തുതാ പരിശോധന നടത്തണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. എന്നാൽ ജയിൽവാസമൊക്കെ വന്നതോടെ പ്രാർത്ഥനകളിൽ കൂടുതൽ ശ്രദ്ധ വെച്ച ദിലീപ് ശബരിമലയിലും ദേവീക്ഷേത്രങ്ങളിലും മാത്രമല്ല പള്ളികളിലും മെഴുകുതിരി കത്തിച്ചും വളരെ ഭക്തിമാർഗത്തിലാണ്. മാത്രമല്ല കാവ്യയും അതേ വഴിയിൽ തന്നെയാണ്. ഇപ്പോഴിതാ ആലുവയിലെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലെത്തിയാണ് കാവ്യയുടെ പ്രാർത്ഥന. ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനും ദീർഘസുമംഗലിയായിരിക്കുവാനും തിങ്കളാഴ്ച വ്രതവും താരമെടുക്കുന്നുണ്ട്. വരുന്ന തിങ്കളാഴ്ച നടന്റെ ജാമ്യം റദ്ദാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കവെയാണ് മുടങ്ങിയ വ്രതം കാവ്യ വീണ്ടും തുടങ്ങുന്നത്. മഞ്ജു വാര്യറുമായുള്ള വിവാഹമോചനത്തിന് ശേഷം കാവ്യയെ വിവാഹം ചെയ്ത് സന്തോഷകരമായ വിവാഹ ജീവിതം തുടങ്ങിയ ദിലീപിന്റെ തലയിലേക്ക് ഇടുത്തി പോലെയാണ് നടിയെ ആക്രമിച്ച കേസെത്തുന്നത്. ആ സംഭവം നടന്ന് വർഷങ്ങളായിട്ടും ദിലീപ് കുറ്റക്കാരനാണോ അല്ലയോ എന്നൊക്കെ അന്വേഷണം നടക്കുന്നതേയുള്ളൂ. പലവിധ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കേസ് നീണ്ടു പോകുമ്പോൾ നടന്റെയും കുടുംബത്തിന്റെയും മേൽ ഒരു ഒഴിയാബാധയായി ഈ കേസ് കിടക്കുകയാണ്. 3 മാസത്തോളമാണ് ദിലീപ് അന്ന് ജയിലിൽ കിടന്നത്. അന്ന് അനുഭവിച്ച വേദന കാവ്യയ്ക്കും മകൾ മീനാക്ഷിക്കും മാത്രമേ അറിയുള്ളൂ. സിനിമയും സ്വപ്നങ്ങളും എല്ലാം മറന്ന് ഭർത്താവിന്റെ ജയിൽ മോചനത്തിനായി 24 മണിക്കൂറും പൂജാമുറിയും ക്ഷേത്രങ്ങളും വഴിപാടുകളും നേർച്ചകളുമായി നടന്ന കാവ്യ ഇപ്പോഴും അതേ അവസ്ഥയിലാണുള്ളത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ സർക്കാർ തന്നെ ശ്രമിക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നേരിടാനുള്ള ശ്രമത്തിലാണ് ദിലീപ്. ആദ്യ ജയിൽവാസം കഴിഞ്ഞിറങ്ങിയ ദിലീപിന് തന്റെ ജീവിതത്തിലും കരിയറിലുമൊക്കെ തന്റെ അഭിമാനത്തിനേറ്റ ക്ഷതം താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അതിനുശേഷം കോടികൾ ഇറക്കി സിനിമകൾ എടുത്തും തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ താരജീവിതം തിരിച്ചു പിടിക്കാനായിരുന്നു ശ്രമം. ഇപ്പോഴും ആ ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ജീവിതം തലകീഴായി മറിക്കുന്ന സുപ്രധാന വിധി കോടതി പ്രഖ്യാപിച്ചത്. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിരുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ആണ് മാറിയിരുന്നത്. അത് അന്വേഷിക്കാനാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. നടിയുടെ ഹർജി അംഗീകരിച്ചാണ് കോടതി വിധി വന്നത്. ഈ ഒരു അന്വേഷണം തനിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ദിലീപ്. കുടുംബസമേതം ചെന്നൈയിലായിരുന്ന താരം കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിലെത്തിയത്. തുടർന്ന് വക്കീലുമായി മണിക്കൂറുകളും നീണ്ട ചർച്ച. പിന്നീടായിരുന്നു എങ്ങനെയെങ്കിലും ഇനി ജയിലിലേക്ക് പോകാതിരിക്കാനുള്ള തീരുമാനമുണ്ടായത്. അതിനുശേഷമാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന വാദത്തിൽ സർക്കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും കോടതി നേരത്തെ തള്ളിയതാണെന്നും സത്യവാങ്മൂലം നൽകിയത്. ജസ്റ്റിസ് പി ഗോപിനാഥ് ഈ മാസം 18-ലേക്കാണ് കേസ് പരിഗണിക്കാൻ മാറ്റിയിരിക്കുന്നത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe here for more videos. Subscribe now. Thank you.